നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടനിൽ 14 വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത്. 650 അംഗ പാർലമെന്റിൽ 412 സീറ്റുകളും ലേബർ പാർട്ടി നേടി. ഈ നിമിഷം മുതൽ മാറ്റം ആരംഭിക്കുന്നുവെന്നും മാറ്റത്തിനായി പൊരുതിയവർക്ക് നന്ദിയെന്നുമാണ് വമ്പൻ വിജയത്തിന് ശേഷം നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രതികരിച്ചത്. സ്റ്റാമറുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി നേടിയത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഉജ്ജ്വല വിജയങ്ങളിൽ ഒന്നാണ്. ചാൾസ് രാജാവുമായുള്ള അവസാന ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി ഡൌണിംഗ് സ്ട്രീറ്റിൽ പടിയിറങ്ങുന്ന പ്രധാനമന്ത്രി ഋഷി സുനക് നടത്തിയ വിടപറയൽ പ്രസംഗം അത്യന്തം വികാരഭരിതമായി. ഭാര്യ അക്ഷതാ മൂർത്തിക്കൊപ്പം എത്തിയ ഋഷി സുനക് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുമാണ് 4 മിനിറ്റ് നീണ്ട പ്രസംഗം അവസാനിപ്പിച്ചത്. കുടിയേറ്റ വിരുദ്ധ നയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബ്രിട്ടൻ തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച നിരവധി ഇന്ത്യൻ വംശജർ 107 ഇന്ത്യൻ വംശജരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ചത്. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിഫോമിസ്റ്റ് സ്ഥാനാർത്ഥിയായ മസൂദ് പെസസ്കിയാന് വിജയം. ജൂൺ 27-ന് നടന്ന വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും ജയത്തിന് ആവശ്യമായ 50% വോട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച വീണ്ടും വോട്ടെടുപ്പ് നടത്തിയത്. ബ്രിട്ടനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ ഏറിയ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമറിന് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ UK ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിക്കടുത്ത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ പെൺകുഞ്ഞിനോട് കൊടും ക്രൂരത. 9 വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം കഴുത്തുഞ്ഞിരിച്ചു കൊന്ന് കത്തിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയത് വലിയ ചർച്ചയായിരുന്നു. സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്ന് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്ന് തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് CPM. മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് CPM മാലയിട്ട് സ്വീകരിച്ചത്. T20 ലോകകപ്പിലെ കിരീട നേട്ടത്തിന് ശേഷം മറ്റൊരു പരമ്പരയ്ക്കിറങ്ങി ഇന്ത്യ. സിംബാബ്വേക്കെതിരെ 5 മത്സരങ്ങളുടെ പരമ്പരയ്ക്കാണ് തുടക്കമാകുന്നത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.